185/24 10th പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജ് ഡിസംബർ 28 നടന്ന പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീയാണ് പറയുന്നത്. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചിട്ടുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം 4ഉം സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കറക്റ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒഴികെ 2ഉം 3ഉം 4ഉം സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി പറയുന്നവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ളത് 2ഉം 3ഉമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 2ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ളതാണ്. ബാക്കി കലാപം നടന്ന 1812 തന്നെയാണ്. അതുപോലെ വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഈ കലാപത്തിലാണ്, കുറിച്യ കലാപത്തിലാണ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാങ്കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരി ഏത് എന്നതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരി. എല്ലാം ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ളതാണ്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ്. ശരിയായിട്ടുള്ള ജോഡി ഇവിടെ 1ഉം 2ഉം 4ഉമാണ്. മൂന്നാമത്തെ ജോഡി തെറ്റായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ശരി. 1ഉം 4ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ശരിയായിട്ടുള്ളതാണ്. അതുപോലെ 2009 ബ്രിക്സ് രൂപം കൊണ്ടത് എന്നുള്ളതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി. 3ഉം 4ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. അതുപോലെ വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കി 2 തെറ്റാണ്. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായിട്ട് ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം 3ഉം മാത്രമാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായിട്ടുള്ള ജോഡി ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഏതാണ്? ഓടക്കുഴൽ അവാർഡ് ഡി വിനയചന്ദ്രൻ. ഓടക്കുഴൽ അവാർഡ് ഡി വിനയചന്ദ്രൻ എന്നുള്ളത് തെറ്റായിട്ടുള്ളതാണ്. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനും അതുപോലെ അത് കവിത മാംസഭോജിയാണ് എന്നുള്ള കൃതിക്കാണ്. അതുപോലെ അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുഴൽ അവാർഡ് ഗോപ എന്ന നോവലിന് കിട്ടിയത്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? കാലഗണനാക്രമം എഴുതാനാണ്. ഓപ്ഷൻ എ ആണ് ശരി. ഒന്നാമത് വരുന്നത് മലബാർ കലാപം, അത് കഴിഞ്ഞ് ക്ഷേത്രപ്രവേശന വിളംബരം, അതിനുശേഷം ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, അതിനുശേഷം ഏറ്റവും ലാസ്റ്റാണ് അതിർത്തി ഗാന്ധിയുടെ മരണം വരുന്നത്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരി. 1ഉം 2ഉം 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ഇനി അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, കേബിൾ ലംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ ആണ് ആൻസർ. മണിപ്പൂരാണ്. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. അഹമ്മദാബാദ് ആണ്. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷികകാലം ഏത് എന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഖാരിഫാണ്. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഏത്? ഓപ്ഷൻ എ ആരവല്ലിയാണ് ആൻസർ. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായിട്ട് ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിലാണ്. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. കോപ്പർ നിക്ഷേപം കൂടുതലുള്ള സംസ്ഥാനം ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി മധ്യപ്രദേശ് ആണ് ആൻസർ.
അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് എന്ത്? ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ് ആണ് ആൻസർ. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, തമിഴ്നാട്. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ, മിൽപ്പ. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതിന്. ഇത് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ന്യൂ SCERT നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. നമ്മൾ ജോഗ്രഫിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 ചാപ്റ്റേഴ്സ് എടുത്തതിൽ ഒരു ചാപ്റ്ററിൽ ഇതുണ്ട്. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ്? ഓപ്ഷൻ എ 1937 അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ക്വിറ്റ് ഇന്ത്യ സമരമാണ് ആൻസർ, ഓപ്ഷൻ സി ആണ്. അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലാത്ത കൃതിയാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, വേദാധികാര നിരൂപണം. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടുള്ള നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നവംബർ 11 ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരനാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ബാക്കിയുള്ളവർക്കെല്ലാം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവരാണ്. അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, 1ഉം 3ഉം ശരി. ഏതൊക്കെയാണ്? രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനുമാണ് ആൻസർ. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ബംഗാളാണ് ആൻസർ. അടുത്തത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് ആണ് ആൻസർ. അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ താഴെ പറഞ്ഞവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത്? എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ട്രാൻകീബാർ. അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി കുറിച്യ കലാപം 1810 എന്നുള്ളതാണ് തെറ്റ്. 1812 കുറിച്യ കലാപം. അടുത്തത് 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 1ഉം 3ഉം ശരിയാണ്. ബാക്കി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സർക്കാരിയ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടതെന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 1ഉം 3ഉം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. അതുപോലെ ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത് എന്നതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ, 1ഉം 2ഉം 4ഉം ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു എന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ളതാണ്. അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെ എന്നുള്ളതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, എസ് സോമനാഥും ഭുവനേശ്വരിയുമാണ്. അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്? പെടാത്തത് ഓപ്ഷൻ ഡി 4ാമത്തേതാണ്, ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം എന്നുള്ളത് ഇതിനകത്തിൽ പെടുന്നതല്ല. അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് ഓപ്ഷൻ എ റഷ്യയിലാണ്. അടുത്തത് 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? പ്രസ്താവനകൾ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് ആൻസർ, 2 ഒഴികെ 1ഉം 3ഉം 4ഉം ശരിയായിട്ടുള്ളതാണ്. 2 തെറ്റാണ്. വയനാട് ജില്ലയിലെ കുറിച്യ കുംഭാര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ലഹള നടത്തിയിട്ടുള്ളത്, നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് തെറ്റാണ്. അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക
കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണബോധിനിയാണ്. അടുത്തത് 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. 1, 2, 3 ശരിയാണ്. അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് പാലക്കാട്, ചേലക്കര. അടുത്തത് 41ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ ആണ് ആൻസർ, 41. അടുത്തത് 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വയനാട്. അടുത്തത് 43ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ലാറ്ററൈറ്റ് മണ്ണ്. അടുത്തത് റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. ഓപ്ഷൻ 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, പറമ്പിക്കുളം. അടുത്തത് 46ാമത്തെ ക്വസ്റ്റ്യൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വാക്പടാനന്ദൻ. അടുത്തത് 47ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റുകൾ. ഓപ്ഷൻ എ ആണ് ആൻസർ, 20. അടുത്തത് 48ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, റോഷി അഗസ്റ്റിൻ. അടുത്തത് 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? കേരളം രൂപീകരിക്കുമ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായിട്ടുള്ള അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി, ശ്രീനാരായണ ഗുരു ആണ്. അടുത്തത് 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം. ഓപ്ഷൻ സി ആണ് ആൻസർ, 1961. അടുത്തത് 52ാമത്തെ ക്വസ്റ്റ്യൻ. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ആൻസർ, ജവഹർലാൽ നെഹ്റു. അടുത്തത് 53ാമത്തെ ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, കീഴരിയൂർ ബോംബ് കേസ്. അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ, ടി കെ മാധവനാണ് ആൻസർ. അടുത്തത് 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിൻ്റെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ആൻസർ, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. അടുത്തത് 56ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ബി, വി ടി ഭട്ടതിരിപ്പാടാണ് ആൻസർ. അടുത്തത് 57ാമത്തെ ക്വസ്റ്റ്യൻ. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ഇവിടെ ഉൾപ്പെടാത്ത വിഷയം ഓപ്ഷൻ സി, ജനസംഖ്യ അനുപാത സംവരണമാണ്. അടുത്തത് 58ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? അർണോസ് പാതിരിയാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. അടുത്തത് 59ാമത്തെ ക്വസ്റ്റ്യൻ. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ഓപ്ഷൻ സി ആണ് ആൻസർ, വേലുത്തമ്പി ദളവ. അടുത്തത് 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ എ, ആലപ്പുഴയാണ് ആൻസർ. അടുത്ത 61ാമത്തെ ക്വസ്റ്റ്യൻ. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര്? SCERT പുസ്തകത്തിലുള്ളതാണ്, വാൾട്ടർ ജോസൺ. അടുത്തത് 62ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, പ്ലാസൻ്റ. അടുത്തത് 63ാമത്തെ ക്വസ്റ്റ്യൻ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, സ്ക്ലീറൻ കൈമ. അടുത്തത് 64ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചെറുകുടലിനകത്തെ പോഷകാഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം. ഇവിടെ വില്ലസുകളാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് 65ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ, വൃക്കാധമനി. അടുത്തത് 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നേത്ര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ശരിയായ പ്രസ്താവനകൾ ഇവിടെ 3ഉം 4ഉം ആണ്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥ ഗ്ലോക്കോമ, കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥ തിമിരം. അടുത്തത് 67ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മൊണീറ എന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് 68ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, സൊമാറ്റോട്രോഫിൻ.
അടുത്തത് 69ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 4 മാത്രമാണ് ഇവിടെ ശരി. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായിട്ട് മാറുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്തത് 70ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, കണ്ണ്. അടുത്തത് 71ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. അടുത്തത് 72ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, സമ്പുഷ്ട യുറേനിയം. അടുത്തത് 73ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം 4 മടങ്ങാകും എന്നുള്ളതാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ്, വേഗം. അടുത്തത് 75ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ, ബാരോമീറ്റർ. അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ഇവിടെ ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ന്യൂട്രോണിനെ കണ്ടെത്തി എന്നുള്ളത് തെറ്റാണ്. അടുത്തത് 77ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റബ്ബറിൻ്റെ മോണോമർ ഓപ്ഷൻ ബി ആണ്, ഐസോപ്രീൻ. അടുത്തത് 78ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റേഡിയോ ആക്റ്റീവകത കണ്ടെത്തിയത് ആര്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഹെൻറി ബെക്കറൽ. അടുത്തത് 79ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ ഡി അലൂമിനിയം ആണ് ആൻസർ. അടുത്തത് 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് എന്ത്? ഓപ്ഷൻ എ ഐസോബാറുകളാണ് കറക്റ്റ്. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 25 രൂപ എന്നുള്ളതാണ്. അടുത്തത് 82ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്, മൈനസും ഡിവിഷനുമാണ്, മൈനസ് സൈനും ഡിവിഷൻ സൈനുമാണ്. അടുത്തത് 83ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 15. അടുത്ത 84ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 3 എന്നുള്ളതാണ്. അടുത്തത് 85ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 85ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 100 മില്ലി ലിറ്റർ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, 85 എ ആണ്. അടുത്തത് 86ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 86ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 20 എന്നുള്ളതാണ് ആൻസർ. അടുത്തത് 87ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 87ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 10 എന്നുള്ളതാണ്. 88ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി 0.5 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് 89ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 7634 എന്നുള്ളതാണ്. അടുത്തത് 90ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 41 ആണ്. ഇനി 91ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി HLFI എന്നുള്ളതാണ്. അടുത്തത് 92ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി 17. അടുത്തത് 93ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ 6.25 എന്നുള്ളതാണ്. അത് 94ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 94ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി 120 കിലോമീറ്റർ എന്നുള്ളതാണ്. അടുത്തത് 95ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 95ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി 2700. അടുത്തത് 96ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 96ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 4. അടുത്തത് 97ാമത്തെ ക്വസ്റ്റ്യൻ. 97ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 6. അടുത്തത് 98ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 98ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, ഡിലീറ്റ് ചെയ്ത ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ് 98ാമത്തെ ക്വസ്റ്റ്യന്. അടുത്തത് 99ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 99ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 23,500 രൂപ. അടുത്തത് 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 100ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 0.